നമ്മൾ ഇപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം 21 കഴിഞ്ഞു കെട്ടിക്കണം, അല്ലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം 25 കഴിഞ്ഞു കെട്ടിക്കണം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനല്ല, നമ്മൾ ഒരു പ്രേമം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാം ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും പോകും. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ വാരണാസി പോകണം, അങ്ങനെ എനിക്ക് കേദാർനാഥ്, ഇങ്ങനെ ഞാൻ ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാകത്തില്ലേ, നെക്സ്റ്റ് ഇവിടെ, നെക്സ്റ്റ് ഇവിടെ, നെക്സ്റ്റ് ഇവിടെ. അടുത്ത് നമ്മൾ അറിയാവുന്ന ഒരാൾ, നമ്മളെ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾ, നമ്മളുടെ കൂടെ അത്രയും നിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരാൾ പറയുമ്പോൾ നമുക്ക് പൊള്ളും. അപ്പം ഞാൻ ഈ പറയുന്നത് പോലെ എല്ലാ കാര്യവും നമ്മളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്തു തരികയാണ്. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആ വൈബ് കണക്ട് ആവുകയാണ്. നമുക്ക് എവിടെയെങ്കിലും ഉള്ളിൽ നമുക്ക് എവിടെയോ കിട്ടാതെ പോയ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പാമ്പറിങ്ങോ ഒരു കെയറോ ഇന്ന ആളിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് നമുക്കുണ്ടാവും. അത് പരസ്പരം സംസാരിച്ച് ഒരു ഗ്രാഫിലെത്തി ഒരു കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സംസാരിച്ച് ഓക്കെ ഇന്നതാണ് എനിക്ക് വേണ്ടതെന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ അവിടുന്ന് തരാൻ പറ്റുമോ ഇല്ലയോ എന്നും ക്ലിയർ ആക്കി തന്ന ഡൺ. Stamina Saver. Fly with your happiness. നമ്മളുടെ കൈവിട്ട് ജീവിതം പോകാതിരുന്നാൽ മതി. ഞാൻ ഇത് പറയുമ്പോഴത്തേക്കും പലരും പല രീതിയിലെടുക്കും. പക്ഷേ എങ്കിലും ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ ഒക്കെ ശരീരം ഇപ്പം ചിലർ ഖബറടക്കുന്നവരുണ്ട്, നമ്മളുടെ ആണെങ്കിൽ കത്തിച്ച് കളയാണ്, ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞ് പൊള്ളിപ്പോയാലോ ഒക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കുറേ പ്ലാസ്റ്റിക് വെച്ചാലും ഈ ശരീരം തന്നെ ആയി കിട്ടും. ഇപ്പോൾ പറയുന്ന പോലെ നമ്മളുടെ അടുക്കൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മളതിന് റിയാക്ട് ചെയ്തില്ലേ പിന്നെ ആണെങ്കിലും ചെയ്യാം. പിന്നെ ആണെങ്കിലും റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തല്ലുക അടിക്കുക പിടിക്കുക എന്നുള്ളതല്ല, ചെന്നിട്ട് ക്ലിയർ ആയിട്ട് കാര്യം പറയാം. ഇത് എനിക്ക് വേണേൽ പറയാനറിയാം, ഇതോടെ ഒതുങ്ങിക്കോ എന്ന് പറഞ്ഞാലും റിയാക്ഷനാണ്. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതിലാണ് ഏറ്റവും വലിയ റിയാക്ഷൻ. ഒരു ഡെറ്റോളിട്ട് കഴുകിയാൽ തീരാവുന്നതേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കുന്തവും ഇല്ല. ഇപ്പം എനിക്കിത് കുറച്ചും കൂടെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഇനിയും വരാൻ പോകുന്ന എൻ്റെ ഒരു വെബ് സീരീസിൻ്റെ കണക്ട് ചെയ്ത് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എങ്കിൽ കൂടെയും ഞാൻ ഇപ്പോൾ ഒരു പോയിന്റിലിരുന്ന് പറയണം, അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ട്രോമറ്റൈസ് ചെയ്യുന്നത് ലൈഫ് ലോങ് ആണ്. നമ്മളെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല, നമ്മളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഇത് നമ്മൾ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ ദേഹത്ത് ഒരു അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കൈയിട്ട് കഴുകി അല്ലെങ്കിൽ ഒരു സാനിറ്റൈസർ ഇട്ട് അത് പോയി, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മളെ മെന്റലി ബാധിക്കുന്നില്ല. അഴുക്ക് പറ്റി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ OCD ഉള്ള ഒരാളെ അത് മെന്റലി ബാധിക്കുന്നുണ്ട്. അയ്യോ അഴുക്ക് അഴുക്ക് അഴുക്ക്, ഇവരുടെ മൈൻഡിൽ അവരുടെ ദേഹം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു സാധനം. ഇത് മെന്റലി ബാധിക്കുമ്പോൾ ഇത് ഭയങ്കര അഫക്റ്റ് ചെയ്യും. പക്ഷെ ഇങ്ങനെ നമ്മുടെ അടുത്ത് അബ്യൂസ് ചെയ്യുന്ന അവർക്ക് വേണ്ട രീതിയിൽ അവരെ നമുക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണ്ടേ? അതെന്ന് വെച്ചാൽ പ്രതികരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസസ്, പോക്സോ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ റിപ്പീറ്റ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. കറക്റ്റ് ആയിട്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ട്രോമ നമ്മളത് എങ്ങനെ എവിടെ എത്തി എന്നുള്ള രീതിയിലായിരിക്കും ഇരിക്കുക. അതായത് നമ്മൾ ആ സ്റ്റേജിൽ ഇതിപ്പോ നമ്മൾ പറയുമ്പോഴത്തേക്ക് പറയാം അയ്യോ ഞാൻ അന്ന് ചെയ്തിട്ട് അത് കേസ് കൊടുത്തില്ലല്ലോ. നമ്മളൊരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ സെക്സ് എഡ്യൂക്കേഷൻ വഴി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടീച്ചറിനോട് വന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും. ആ ടീച്ചറിന് അറിയായിരിക്കും ഇത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ പേരൻസിനോട് വന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും, ആ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം ആസ് ആൻ അഡൾട്ട് ഇപ്പം എനിക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിരിക്കും. അതിന് ഞാനിപ്പോൾ കേസ് വരെ പോകണമെന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഈ പയ്യനെയോ അല്ലെ പെങ്കൊച്ചിനെയോ ആര് വേണമെങ്കിൽ ആവാം, ഇവരെ വിളിച്ചിർത്തി പറയാം നിർത്തിക്കോ എന്നുള്ളത് എനിക്ക് വോൺ ചെയ്ത് വിടാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മാത്രം ഞാനൊരു കേസിന് പോയാൽ മതി. ഇപ്പം കേസിന് പോകുമ്പോൾ പലരും ചിന്തിക്കുന്ന കാര്യം കുട്ടിയുടെ ഭാവിയുണ്ട്, അങ്ങനെ ഇത് പലതും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇത് വീണ്ടും ട്രോമറ്റൈസ് ചെയ്യല്ലേ, നമ്മളൊരാൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിട്ട് അലമ്പാവുകയാണ്. നമുക്ക് കുറച്ചൊരു സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ചുറ്റും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ പറഞ്ഞ പോലെ എനിക്കിതിനെപ്പറ്റി അധികാരമായിട്ടൊന്നും അറിയത്തില്ല.
നമുക്ക് നമ്മൾ ഫേസ് ചെയ്തത് മാത്രമേ അറിയത്തുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പേർക്ക് കാര്യം ഇപ്പോൾ പറയുന്നുണ്ട് ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോയപ്പോഴത്തേക്കും ഒരുപാട് വയസ്സുള്ള ഫോറിനേഴ്സ്, ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർ, അവരോടൊക്കെ ഇടപെടുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അത് നമുക്ക് ഈ ഒരു ഇവിടുത്തെ ഒരു നമ്മുടെ അടുത്ത സർക്കിളിൽ ചിലപ്പോൾ കിട്ടിയത് വരില്ല. കാര്യം അത് അവരത്രയും ട്രാവൽ ചെയ്ത് അത്രയും ലോകം കണ്ട ആൾക്കാരായതുകൊണ്ടാണ്. കറക്റ്റ്. അത് മാത്രമല്ല, അവർക്കൊക്കെ നമ്മൾ അൺനോൺ ആണ്. നമ്മളെ അവർ ജഡ്ജ് ചെയ്യുന്നില്ല. അവരും വന്നിരിക്കുന്നത് സ്ഥലങ്ങൾ കാണണം, മനുഷ്യന്മാരെ കാണണം. ഇൻ ദ ബേസ് ഓഫ് ഹ്യൂമാനിറ്റി ദേ ആർ ദെയർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, വ്യക്തിവൈരാഗ്യങ്ങൾ ഉണ്ടാകുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അവർക്ക് നമ്മളെ വേദനിപ്പിക്കാനും പറ്റില്ല. നമ്മൾ അവരുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് അല്ല. അവർ നമ്മളെ ഇപ്പം എന്ത് പറഞ്ഞാലും നമുക്ക് വേദനിക്കത്തില്ല. കാരണം നമ്മുടെ മൈൻഡിൽ എന്തായിരിക്കും, ഇവർക്ക് എന്നെ അറിയത്തില്ലല്ലോ, ഇവർക്ക് ഇതൊക്കെ പറഞ്ഞ് ചലിച്ചിട്ട് പോകാം. ഇപ്പം നെഗറ്റീവ് കമൻസിനോട് എനിക്കതാണ് പറയുന്നത്. അവർക്കാർക്കും എന്നെ അറിയത്തില്ലല്ലോ, അപ്പോൾ അവർക്ക് എന്ത് വേണേൽ പറഞ്ഞിട്ട് പോവാം എന്നുള്ള സാധനം അത് നമുക്ക് വേദനിക്കത്തില്ല. പക്ഷേ അടുത്ത് നമ്മൾ അറിയാവുന്ന ഒരാൾ, നമ്മളെ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾ, നമ്മളുടെ കൂടെ അത്രയും നിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരാൾ പറയുമ്പോൾ നമുക്ക് പൊള്ളും, അല്ലെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പൊള്ളും. അത് നമ്മളെ ഇരുത്തിക്കളയും. കാര്യം എല്ലാവരോടും പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ? ആ ഒരു ചാടിക്കേറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാറി നിൽക്കാതെ അല്ലെങ്കിൽ എല്ലാവരെയും കൂടെ നിർത്തി ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ആ ക്യാരക്ടേഴ്സിന് പെട്ടെന്ന് ഇമോഷണൽ ഇംബാലൻസ് വരികയും ചെയ്യാം അല്ലേ? ഇപ്പം അത്രയ്ക്ക് കണക്ഷൻ എല്ലാവർക്കും അതായത് കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും എക്സ്പെക്ടേഷൻ. സോ അങ്ങനെ മെന്റൽ ഡൗൺ ആകുമ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ മുമ്പിൽ നിൽക്കുകയും ചെയ്യും. ആവട്ടെ ആ ഒരു സംഭവം അതെങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു? അത് ഭയങ്കര പാടാട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഏറ്റവും വലിയ പോയിസണാണ് അറ്റാച്ച്മെന്റ്. അത് നമുക്ക് ഓരോന്ന് കിട്ടി കഴിയുമ്പോഴേ പഠിക്കുള്ളൂ. കിട്ടിയാലും പഠിക്കണമെന്നില്ല, ഒരു ഉറപ്പും ഇല്ല കിട്ടിയാലും പഠിക്കണമെന്ന്. കാരണം എന്താണെന്നറിയോ, നമ്മളുടെ ബേസിക് നേച്ചറാണോ അത്. എന്നുവെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. നമുക്കിപ്പോൾ ഒരു വ്യക്തിയുടെ, ഇപ്പം നീ എൻ്റെ ഇടയ്ക്ക് വന്ന് കുറേ നേരം സംസാരിച്ചു, അപ്പം നിനക്ക് അത്രയും സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിനക്ക് അത്രയും ഈ ഒരു ഫീൽഡിലേക്ക് എത്തണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പേര് മാർക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പം നമ്മൾ കണക്ട് ആവുന്ന വൈബ് ആ ഒരു ക്രിയേറ്റീവ് സൈഡിലാണ് നമ്മൾ കണക്ട് ആവുന്നത്. അപ്പം അതൊരു അറ്റാച്ച്മെൻറ്റാണ്. അപ്പം ഞാൻ ഈ പറയുന്നത് പോലെ എല്ലാ കാര്യവും നമ്മളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ കാര്യവും നമ്മൾ ചെയ്തു തരികയാണ്. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നമ്മൾ ആ വൈബ് കണക്ട് ആവുകയാണ്. പക്ഷെ നാളെ ഞാൻ അറിയാണ് നമ്മൾ അത്രയും കണക്ട് ആയ, ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്, ഇവ ഇങ്ങനെ ചെയ്തു എന്നല്ല. അപ്പം നാളെ ഞാൻ അറിയാണ് നീ ഒരു പെൺകുട്ടീനോട് കാസ്റ്റിംഗ് കൗച്ച് ചോദിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ബ്രേക്കിംഗ് പോയിന്റ് ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൽ കയറത്തല്ലും എൻ്റെ സ്വഭാവത്തിന്, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ എങ്കിൽ കൂടെയും അത് എന്നെ ഭയങ്കര മെന്റലി ഇങ്ങനെ ഒരാളെയാണോ ഞാൻ ഇത്രയും നാള് സപ്പോർട്ട് ചെയ്തത്, അവൻ ഇത്രയും സ്വപ്നം കണ്ടിട്ട് പിന്നെന്താ ഇവൻ ഇങ്ങനായി പോയേ എന്നുള്ളൊരു സാധനം ഹിറ്റ് ചെയ്യും. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ അതിതൊരു മിനിയേച്ചർ വേർഷൻ ഓഫ് അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു പ്രൊഫഷണൽ ബന്ധം ഒരാൾക്ക് ഇത്രയും ഹിറ്റ് ചെയ്യാമെങ്കിൽ നമ്മൾ ഭയങ്കരമായി ഇമോഷണലി നമ്മുടെ ഒരു ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നൊക്കെ വരുമ്പം ഭയങ്കര പാടാണ്. അതാണ് ഏറ്റവും വലിയ വിഷം. നമ്മളെ ഇമോഷണലി മെന്റലിയും ഫിസിക്കലിയും ഒക്കെ അത് തളർത്തി കഴിയും. ഈ പറയുന്ന പോലെ പകുതി പേർക്കും അങ്ങനെ ബോൾഡായിട്ട് മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റണമെന്നില്ല. നമ്മളിപ്പോൾ ബോൾഡായിട്ട് വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ എന്തായിരിക്കും, നമ്മൾ ഇത്രയും തകർന്ന് നിൽക്കുന്ന അവർക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നുള്ള സാധനം നമുക്ക് വരും. അപ്പം നമ്മൾ ചിന്തിച്ചാൽ മതി, ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മുടെ ക്ലോഷർ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ, നമ്മുടെ മൈൻഡിനൊരു ക്ലോഷർ ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടാണ്. നമ്മൾ വിചാരിച്ച പോലെ അല്ല അവരുടെ മൈൻഡിൽ നമ്മൾ എന്നുള്ളൊരു സാധനം ഭയങ്കര പാടാണ് നമുക്കത് കിട്ടാൻ വേണ്ടി. പക്ഷെ നമുക്കത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരി, നമ്മൾ അത്രേ ഉള്ളൂ അവരുടെ ലൈഫിൽ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. കാരണം നമ്മളിപ്പോൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ തിരിച്ച് സ്നേഹിക്കണം എന്നില്ല. നമ്മൾ വെറുക്കുന്നവരെല്ലാം നമ്മളെ വെറുക്കണമെന്നില്ല. നമ്മൾ എത്രയോ പേരെ വെറുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർക്കൊക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തത് എന്തോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ഒരു വെറുപ്പ് പോലെ ഇതായിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ചെയ്തത് അത്ര ഇതായതുകൊണ്ടായിരിക്കും നമ്മൾ വെറുക്കുന്നത്. തിരിച്ചാണെങ്കിൽ നമ്മൾ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഇവർ നമ്മളെ സ്നേഹിക്കണം എന്നില്ല. അവരുടെ മൈൻഡിൽ എന്നോ വന്നു പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം കുറേ പേരുടെ തന്നെ പേരൻസിനെ തന്നെ എത്രയോ കുട്ടികൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം
കുട്ടി അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ മൂത്ത കുട്ടിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ഇളയ കുട്ടി അതുണ്ട്, അത് ബൈ നേച്ചർ ഉണ്ട്. നമ്മുടെ ഓരോ ക്യാരക്ടർ പസിൽ പോലെയാണ്. ഇത് വെക്കുമ്പം കറക്റ്റായിട്ട് സ്റ്റിക്കായ അവിടെ നിൽക്കും ഒരു ബാലൻസിൽ. ഇത് ഈ ബാലൻസ് തെറ്റിയാൽ കയ്യിൽ നിന്ന് പോവുക തന്നെ ചെയ്യും. അത് നമ്മൾ ഫേസ് ചെയ്യാൻ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. അത് ക്യാരി ഓൺ ചെയ്യാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിനും നമുക്കും നല്ലത്. നമുക്ക് എന്ത് ചെയ്താൽ അതിൽ നിന്നൊന്ന് ഗെറ്റ് ഔട്ട് ആകാൻ പറ്റുമെന്ന് തോന്നുന്നോ അത് ചെയ്യുക. എന്നുവെച്ചാൽ കുരുത്തക്കേട് മുമ്പ് ചെയ്യരുത്. എക്സ്പെക്ടേഷൻസ് കൊടുക്കാതിരിക്കുക. അതാ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻ, പക്ഷെ അത് കൊടുക്കണം. അത് വെറുതെ തോട്ടാണ്. നമ്മൾ എക്സ്പെക്ടേഷൻ വെക്കാതിരിക്കുക, കൊടുക്കാതിരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇപ്പൊ കല്യാണം കഴിച്ചു, നീ നിന്റെ ഭാര്യയിൽ നിന്ന് ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ലേ? ചെയ്യുവോ ചെയ്യില്ലേ? ചെയ്യും. അതിപ്പോ ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ നിനക്കൊരു കൊച്ചുണ്ടായി, നീ ആ കൊച്ചിന്ന് എക്സ്പെക്ട് ചെയ്യില്ലേ അതിനൊരു ഹീറോ അവന്റെ അച്ഛനായിരിക്കണം എന്നുള്ളൊരു സാധനം നീ എക്സ്പെക്ട് ചെയ്യും. നാളെ ഇതല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തകർന്നു പോകും. അത് നിന്റെ തെറ്റല്ല. നമ്മൾ അറ്റാച്ച് ആയിട്ടുള്ള എല്ലാത്തിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ട്, ഇതെന്നെ കാണുമ്പോൾ വാലാട്ടണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയം അതിന് വരെ ദേഷ്യമാണ് എൻ്റെ അടുക്കൽ. കാരണം ഞാൻ എവിടെയെങ്കിലും ഇവനെ ഒറ്റക്കിട്ടിട്ട് പോകുമ്പോൾ അവന് ഭയങ്കര ദേഷ്യം, അവൻ അതിന്റെ പിണങ്ങിയൊക്കെ. നമ്മളൊരു പരിധി വിട്ട് അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതാണ് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇൻഡിവിജ്വലാലിറ്റി ഉണ്ടല്ലോ, അവർ അവരുടെ രീതി, നമ്മൾ നമ്മുടേതായിട്ടുള്ളതുണ്ട്. അപ്പൊ എക്സ്പെക്ടേഷൻ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സാധിച്ചോട്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കാതിരിക്കത്തില്ല. നമുക്ക് എവിടെയെങ്കിലും ഉള്ളില് നമുക്ക് എവിടെയോ കിട്ടാതെ പോയ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു പാമ്പറിങ്ങോ ഒരു കെയറോ ഇന്ന ആളിൽ നിന്ന് കിട്ടിയാൽ കൊള്ളാന്ന് നമുക്കുണ്ടാവും. അത് പരസ്പരം സംസാരിച്ച് ഒരു ഗ്രാഫിലെത്തി. ഒരു കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടന്റ്. നമ്മൾ സംസാരിച്ച് ഓക്കെ ഇന്നതാണ് എനിക്ക് വേണ്ടതെന്ന് ക്ലിയർ ആക്കി കൊടുത്ത അവിടുന്ന് തരാൻ പറ്റുമോ ഇല്ലയോ എന്നും ക്ലിയർ ആക്കി തന്ന ഡൺ. അല്ലാതെ എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഒരു ജീവിതമൊന്നും അല്ല. നീ മനുഷ്യരല്ലായിരിക്കണം, മൃഗമാണോ നീ? മൃഗം എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ ഉള്ളി വെച്ചിട്ട് അറിയില്ല, തുറന്ന് സംസാരിക്കണം. അതാ പറയണം. അതായത് നമ്മൾ ഇയാളിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ വിചാരിച്ചു വെച്ചോണ്ടിരുന്നിട്ട് ശരി ഞാൻ മിണ്ടുന്നില്ല, ഞാൻ നിന്ന് ഇതാ പ്രതീക്ഷിച്ചത്, നീ പക്ഷെ അതല്ലല്ലോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചതെന്നുള്ളത് പറയണം. പിന്നെ അവരത് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റോങ് ആയിട്ടുള്ള പ്ലേസിലാണ് നമ്മൾ നമ്മുടെ എക്സ്പെക്ടേഷൻ കൊണ്ട് വെച്ചതെന്ന് മനസ്സിലാക്കണം. രണ്ടും നമ്മൾ തന്നെ ചെയ്യണം. ആക്ച്വലി മൈൻഡ് ഇസ് എ ട്രിക്കി. ഇത് ഒരുപാട് ഇപ്പം അനിയന്മാർക്കാണെങ്കിലും അവർക്കൊക്കെ ഒരു നല്ലൊരു സൂപ്പർ മോഡൽ ചേച്ചിയെ പോലല്ലേ? അയ്യോ അങ്ങനൊന്നുമില്ല. എല്ലാത്തിനും തുറന്ന് സംസാരിക്കാം. സൂപ്പർ മോഡൽ അല്ല, ഒരു അവർക്കൊരു എന്താ ഒരു ഓപ്പൺ സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മെയിലാണ്. നീ മെയിൽ ഫീമെയിൽ ജെൻഡർ ഡിഫറൻസിയേഷൻ അല്ല പറയുന്നത്, എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെ ഹൂവർ ഇറ്റ് ഈസ്. പക്ഷെ നിനക്ക് എന്തായാലും നിന്റെ വൾണറബിലിറ്റീസ് ഉണ്ട്. നീ ഒരു പെങ്കൊച്ച് പോകുമ്പോൾ നീ കമന്റ് അടിക്കത്തില്ലേ? പറഞ്ഞു, നീ അടിക്കും. നീ അടിക്കും. നിന്റെ ഒരു ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ അടിക്കും. അത് സൈക്കോളജിക്കൽ നേച്ചറാണ്. ആൺപിള്ളേരെല്ലാവരും കൂടുമ്പോൾ ചെയ്യും. പക്ഷെ നമ്മളത് ഓക്കെ, ഞാനും ഇപ്പൊ കൂടെ നിന്ന് കമന്റ് അടിക്കാറുണ്ട്. ഇവന്റെ കൂടെ നിന്നിട്ട് കൊള്ളാല്ലേ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആസ്വദിക്കുക. അതെ, വൾഗറായിട്ടാണെങ്കിൽ നമ്മൾ സമ്മതിക്കൂല. പലതരത്തിലുണ്ട്. അതാ പറഞ്ഞത്, ഇത് ഓരോരുത്തരും അവരുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന അത് തന്നെ. നീ എന്താ വിചാരിച്ച? അതാ നിന്റെ തോട്ട് ശരിയല്ല, നീ ഇവന്റെ തോട്ട് ശരിയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളൊരു സൗന്ദര്യം ആരുടെ ആണെങ്കിലും ആസ്വദിക്കാനുള്ളത്. ഞാനും പെൺപിള്ളേരെ നന്നായി വായി നോക്കാറുണ്ട്. കാരണം ചിലരെയൊക്കെ കാണുമ്പോൾ എന്റെ പൊന്നോ എന്ന് തോന്നിപ്പോ, അത്ര ഭംഗിയുള്ള കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ കൂടെ ഇരുന്നിട്ട് പറയുമ്പോൾ ഇവർക്കൊരു സേഫ് സ്പേസ് ആണ്, ഓക്കെ ഇന്നതാണെന്ന് പറയാം. അപ്പൊ ഇവര് ചിലത് പറയുന്നത് റോങ് ആണ്. ഈ കിങ്ങിണി കളിപ്പാട്ടം എന്ന് പറഞ്ഞൊരു ഷോർട്ട് സ്റ്റോറി ചെയ്തില്ലേ, അത് എപ്പോഴായിരുന്നു? എന്തു അതിനകത്തുള്ള ഇപ്പൊ ഒരു ആക്ടിംഗ് ബേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എഴുത്ത് എങ്ങനെ അതിലേക്ക്? അല്ല, ഞാൻ പറഞ്ഞില്ലേ സ്ക്രിപ്റ്റ് എഴുതുന്നത് തൊട്ട് നേരത്തെ എഴുത്ത് പരിപാടികൾ ഉണ്ട്. ഈ ചെറിയ കോട്സ് പോലെ ആണെങ്കിലും ഇതൊക്കെ എഴുതി എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. എഴുത്ത് എന്ന് പറഞ്ഞൊരു ഹൈലൈറ്റ് തന്നെ ഉണ്ട്. ഞാൻ ഇഷ്ടംപോലെ ഇങ്ങനെ എഴുതിയിടുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ എഴുതിയിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കുറെ കഥകളൊക്കെ എഴുതി വെക്കും, കത്തിച്ച് കളയും. ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. ചിലപ്പം എൻ്റെ ഉള്ളിൽ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ എനിക്ക് പറയണം സമൂഹത്തോട് എന്ന് പറയുന്ന അല്ല ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കും ഞാൻ ഈ എഴുതി വെച്ചിട്ട് എൻ്റെ വഴിക്ക് പോകുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു പബ്ലിക്കേഷൻസ് എന്നോട് ഇങ്ങോട്ട് ചക്കപ്പടം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പറയുകയും നിങ്ങൾ എഴുതൂ, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പേരിലൊരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് അടിപൊളി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കഥ കിട്ടിയില്ല. എന്നിട്ട് പിന്നെ വന്നപ്പോൾ ഒരു ലൈഫ് ഇൻസിഡൻറ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പം
ഇത് കൊള്ളായിരിക്കും പറഞ്ഞാലെന്ന് തോന്നി. അങ്ങനെ എഴുതിയ ഒരു കഥയാണ് കിങ്ങിണി കളിപ്പാട്ടം എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കുട്ടിക്ക് തൊട്ട് വലിയവർക്ക് വരെ വായിക്കാം. ഓരോരുത്തർക്ക് വായിക്കുമ്പോഴും ഓരോ ഇമ്പാക്റ്റ് ആയിരിക്കും. ലൈഫ് ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്ത ഒരാൾക്കാണെങ്കിൽ അത് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് അറിയും. അങ്ങനെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ. കുട്ടികൾക്കാണെങ്കിൽ ഒരു ബെഡിങ് നല്ലൊരു സ്റ്റോറി അങ്ങനെയുള്ള രീതിയിൽ. അതായത് അതിനകത്തെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 4-5 വയസ്സുള്ളൊരു ഒരു പെങ്കൊച്ച. അപ്പം ആ കുട്ടിയിലൂടെ കഥ പറഞ്ഞു പോകുന്നതാണ് കിങ്ങിണി കളിപ്പാട്ടം. കിങ്ങിണി എന്ന് അതിന്റെ പേര്. കൊള്ളാം. ഇപ്പം ആക്ടിങ് ബേസ്ഡ് ആണല്ലോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ആക്ടിങ്ങിലല്ലേ. അപ്പം ഈ അങ്ങനെ പറയപ്പെടുന്നു. ഇപ്പം ടെലിവിഷനിലാണല്ലോ ഇപ്പം ചക്കപ്പടം പോലുള്ള പ്രോഗ്രാംസ് ചെയ്തു വരുന്നത്. ഇപ്പൊ സിനിമയിലേക്ക് കയറുമ്പോഴത്തേക്കും 2 ഡിഫറൻസ് അല്ലേ? അതെങ്ങനെ ആക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഡബ് ചെയ്യുമ്പോഴാണെങ്കിലും അതിന്റെ പ്രോസസ്സ് എങ്ങനെ? അങ്ങനെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അല്ലാതെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കെല്ലാം ഒരേപോലെ. ഞാൻ പറഞ്ഞില്ല, ഐ എം ലൈക്ക് വാട്ടർ. എൻ്റെ സൈനും അതാ, വാട്ടർ സൈനാണ്. അപ്പം അതുപോലെ എവിടെ ഇട്ടാലും ആ ഒരു രീതിയിൽ എന്നുള്ള രീതിയിലാണ്, ജെല്ലാവും പെട്ടെന്ന്. ഇപ്പം എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പം സീരിയൽ അല്ല ഞാനിപ്പോൾ ചെയ്യുന്നത്, സിറ്റ്കോമാണ്. അതിനകത്ത് നമുക്ക് ഡബ്ബിങ് ഇല്ല, ലൈവായിട്ടാണ്. അപ്പം നമ്മളിപ്പം സംസാരിക്കുന്നത് എൻ്റെ നോർമൽ വോയിസാണ്. രഹസ്യം പറയാൻ എനിക്കറിയത്തില്ല. അപ്പം ഇതിലും സൗണ്ടിലാണ് നമുക്ക് അവിടെ സംസാരിക്കേണ്ടി വരിക. കാരണം ഇതിനകത്ത് ഇത് വരണം, ഈ പറഞ്ഞ പോലെ സിങ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഫുള്ള് സൈലന്റ് ആവണം. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു ചക്ക വീണാൽ പോലും നമുക്ക് മിണ്ടാണ്ടിരിക്കണം. അപ്പോൾ വീണ്ടും ഇത് റീടേക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ ഒറ്റ സീൻ ഒരു ഇതിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് വരാം. ഫിലിമിലേക്ക് വരുമ്പം നമുക്കറിയാലോ, ഒരു സ്റ്റഡി ക്യാമിൽ അത് കട്ട് ഷോട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ബേസിക്കലി. പിന്നെ ഈ പറഞ്ഞ പോലെ ഗിംബലുണ്ട്, അതൊക്കെ വേറെ. എന്നാൽ കൂടെയും മോസ്റ്റ്ലി അങ്ങനെയായിരിക്കും വരാം. പിന്നെ നമ്മൾ സ്പീഡ് കുറവായിരിക്കും. ഡയലോഗ് ഡെലിവറിയിൽ സ്പീഡ് കുറവായിരിക്കും. നമ്മളത് ക്ലാരിറ്റിയിൽ ക്ലിയറായിട്ട് ക്രിസ്പായിട്ട് തരുന്നതാണ്. പിന്നെ നമുക്ക് ഈ തരുന്ന ഡയലോഗുകൾ മാത്രമേ പറയലുണ്ടാവുള്ളൂ. ചിലതൊക്കെ നമ്മൾ ഇംപ്രവൈസ് ചെയ്തു. ഇതിനകത്ത് മൊത്തം ഇംപ്രവൈസേഷനാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡബിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ സദാനന്ദന്റെ സമയമില്ലേ ദിലീപേട്ടന്റെ, അതിനകത്ത് ദിലീപേട്ടന്റെ മോക്ക് ഡബ് ചെയ്തിരിക്കുന്ന ഞാനാ. മറ്റേ അങ്ങനെയാണോ വച്ച എന്നുള്ള സാധനം ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മധുചന്ദ്രലേഖ ജയറാമേട്ടന്റെ മക്കളിൽ ഒരാളുണ്ട് കണ്ണാടി വെച്ച, ആ കുട്ടിക്കും ഡബ് ചെയ്തിരിക്കുന്നത് ഞാനാ. അപ്പൊ ആ സമയത്ത് ഞാൻ ഡബിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അതൊരു വലിയൊരു ബേർഡനായിട്ട് തോന്നില്ല. പിന്നെ ചില സാധനം ഡബിങ്ങിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ആ സാധനം ഇങ്ങനെ വരും. ആ ഒരു ഫ്ലോ ആണെങ്കിലും നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട് നിന്നായിരിക്കുമല്ലോ പറയണേ. അപ്പം നമുക്ക് ആ ഒരു വികാരവും ഫീലും ഒക്കെ വരും. ഇപ്പം നമ്മൾ ഡബ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ചമ്മല ഒച്ചി എന്ന് പറഞ്ഞിട്ടിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഓക്കെ ടേക്കിലായിരിക്കും കിടിലനായിട്ട് ആ സാധനം വന്നിട്ടുണ്ടാവുക. ബിക്കോസ് നമ്മൾ ആ ഫുൾ വികാരത്തിലിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടില്ല, ഓടിച്ചു പോവല്ല, നമ്മൾ ആ ഒരു ഫുൾ സീനിൻ്റെ വികാരത്തിലിരിക്കുകയാണ്. അപ്പം ഇതിൽ വന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ലെന്നല്ല, ആ സെയിം സാധനം കിട്ടാതെ വരും. അപ്പം ഇത് റിപ്പീറ്റായിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കട്ടാവും. ഇതിന് എനിക്കറിയത്തില്ല, എനിക്കൊന്നും വരുന്നില്ല എന്നുള്ളൊരു സാധനം വരും. കണ്ടിട്ടില്ലേ? അപ്പൊ അതാ പറഞ്ഞത്, അത് കട്ടായി പോകും. അത് മാത്രമേ എനിക്കൊരു ഡബിങ്ങിൽ ഡിഫിക്കൽട്ടി. പക്ഷെ വേറൊരെണ്ണത്തിൻ്റെ ആണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആ സാധനം അപ്പോഴാണല്ലോ അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു ഇത്. പക്ഷെ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാലും കമ്പാരിറ്റീവ്ലി എനിക്ക് ഈസി തന്നെയാണ് ഡബിങ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറില്ല ലിപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ ചില സമയത്ത് കട്ടായി പോകും. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സിനിമയിലോട്ടുള്ള എൻട്രി, അപ്പൊ ഇനി എന്തെങ്കിലും ഒരു വലിയ പ്രോജക്റ്റുകൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഇഷ്ടം പോലെ നിൽക്കുന്നു. ഞാൻ ഡേറ്റ് കൊടുക്കാം. അതെന്ത് പറ്റി? ഇവിടെ കമ്മിറ്റ്മെന്റ്സ് ഉള്ളതാണ്? അയ്യോ അല്ല, എനിക്കൊന്നും വന്നിട്ടില്ല, അതാണ് സത്യം. അതാണ് ഞാൻ പറഞ്ഞത്, ബിറ്റർ റിയാലിറ്റി എന്ന് പറയുന്ന സാധനം. നമ്മളിപ്പോൾ ഈ ലൈം ലൈറ്റിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് വിചാരിക്കും ഇഷ്ടം പോലെ അവസരം വരായിരിക്കും, ഇത്രയും ഡേറ്റ് കൊടുക്കാൻ സമയമില്ലാത്തത്. ഞാൻ ഡേറ്റ് കൊടുക്കാൻ റെഡിയാണ്, പക്ഷെ ആരും വിളിക്കണില്ല. വിളിച്ചാലല്ലേ നമുക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ വിളിക്കുന്ന സാധനങ്ങൾ അപ്രോച്ച് ചെയ്യാറുണ്ടോ? അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിരുന്നു ഒരു പരിധി വരെ. എന്നാലും എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്കിപ്പം പൊതുവെ ആണെങ്കിലും നമുക്ക് ചെന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒരാളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഇതായിട്ടില്ല. എങ്കിൽ കൂടെയും നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമുക്ക് അത്ര ആഗ്രഹമുള്ളവരുടെയൊക്കെ എടുക്കൽ ഇതായിട്ടുണ്ട്. പിന്നെ അവർക്കറിയാലോ നമ്മളിത് ട്രൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്കവരും നിൽക്കുന്നതും എൻ്റെ ക്ലോസ് സർക്കിളിലുള്ളവരാണ്. അപ്പോൾ ഇവർക്കൊക്കെ അറിയാം ഞാൻ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നതാണെന്നും ഞാൻ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നും. പിന്നെ നമുക്കൊരു പരിധിയുടെ അപ്പുറം ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എഴുതുന്ന ഒരാളും കൂടെയാണ്. അപ്പം നമ്മൾ എഴുതുമ്പം നമ്മുടെ മൈൻഡിൽ ഇന്ന ആളിത് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു സാധനം നമ്മുടെ മൈൻഡിലുണ്ടാവും. അപ്പം അയാളെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യും.
അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഞാൻ ചെന്നിട്ട് അത് തരുമോ എന്ന് ചോദിച്ചാൽ അത് കൊടുക്കാൻ ഈ റൈറ്റർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവരുടെ മൈൻഡിൽ വേറൊരാളായിരിക്കും, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് ഏതെങ്കിലും സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴോ ഇതാവുമ്പോഴോ നമ്മൾ അവിടെ ആപ്റ്റാണ്, നമ്മളത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നണേന്നാണ്. പിന്നെ ഈ പറയുന്നത് പോലെ അവസരം തരുന്നതും തരാത്തതും ഒക്കെ അവരുടെ അപ് ടു ദം. ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അതിന് സമയമില്ല. കാരണം ഓഡീഷൻസ് പറയുന്നത് ചില്ലറ കളിയൊന്നുമല്ല. രാവിലെ പോകണം, രാത്രിയിൽ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. 1 ഡേ നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമൊന്നും ഇപ്പം അതിനില്ല. അത് കാരണം ഇപ്പം ഞാൻ ചെയ്യലില്ല, ഓഡീഷൻസ് ഇപ്പം ചെയ്യാറില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ചിലർ വന്നിട്ട് ഇങ്ങനെ കഥ പറയട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അതൊക്കെ ബഡ്ഡിങ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രഗിളുകളുണ്ട്. ഈ പറയുന്ന പോലെ ഒരു പ്രൊഡ്യൂസറിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലെ ഒരു ഡയറക്ടറിനെ ആപ്റ്റായിട്ട് കിട്ടാൻ ചിലർ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് മാത്രമാണ്. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടാൻ പാടാണ്. ഇപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പറയും ഇന്ന ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരും, ഓക്കെ ആണെന്ന് പറയും. ആർട്ടിസ്റ്റിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ പറയും പ്രൊഡ്യൂസറിൻ്റെ ഡേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരും, ഓക്കെ ആണെന്ന്. നമ്മൾ ഈ കാണുന്ന എളുപ്പമുള്ള ഒരു സാധനം അല്ല സിനിമ. സിനിമ എന്ന് പറയുന്നത് പല ക്രൈറ്റീരിയകൾ നമ്മൾ നോക്കണം. ഇതെല്ലാം ഒത്തിണങ്ങി വന്നാലേ നമുക്ക് ആ ഒരു ലക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം ഈ വരുന്നവരെല്ലാവരും മേ ബി ദേ സോ ലക്കി, കാരണം അത്രയും ബാക്ക് ടു ബാക്ക് വരാമെന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ചില ക്യാരക്ടർ വരുമ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ലിപ് ലോക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്ക് കംഫർട്ടബിൾ അല്ല. എനിക്കത് ചെയ്യുന്നവരോട് യാതൊരു വിരോധവും ഇല്ല. അത് ആ ഒരു സീൻ ആപ്റ്റാണെങ്കിൽ ഇപ്പം ലൂക്ക എന്ന് പറയുന്ന പടത്തിനകത്ത് അഹാന ചെയ്തത് ആ സീനിൻ്റെ ഇൻറ്റൻസിറ്റി മൊത്തം അവിടെയാണ് നിൽക്കുന്നത്. ബിക്കോസ് അവൾക്കുണ്ടായിരുന്ന ഒരു ഫിസിക്കൽ ബാരിയറാണ് അവൾ അവിടെ ബ്രേക്ക് ചെയ്യുന്നത്. അതിനകത്ത് ഭയങ്കര അത് അഹാന ചെയ്താലേ അത് ആപ്റ്റാവുള്ളൂ. കാരണം അതാ പറഞ്ഞത്, അത് ചിലപ്പം എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു സാധനം എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനിപ്പോൾ എനിക്ക് അതിന് അവസരം പോകണമെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. കാരണം ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ കുഴപ്പമാണ്, ദാറ്റ്സ് അവർ പ്രോബ്ലം. അത് നമ്മൾ നിൽക്കുക. പക്ഷെ അതിന് ഞാൻ റിഗ്രറ്റും ചെയ്യുന്നില്ല. കാരണം എനിക്കുള്ളത് എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നുമില്ല, ഞാൻ തന്നെ കുടുംബം വിറ്റ് പണം എടുക്കും. ഈ ആക്ടിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും സ്റ്റഡി നടക്കുന്നുണ്ടോ? അങ്ങനെ അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഭയങ്കര ആധികാരികമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പോവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റഡി എന്നല്ല, നമുക്ക് എല്ലാം ഒരു നോളജാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരാളോട് ഇരുന്ന് സംസാരിക്കുന്നതോ അയാൾ പറയുന്നതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നതും ഒരു നോളജാണ്. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഞാൻ ഒരുപാട് പടങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല, എന്നാലും അനൂപേട്ടൻ്റെ അടുക്കാണ്. ഇപ്പം ഞാൻ പപ്പേട്ടൻ്റെ പടം ചെയ്തിട്ടുണ്ട്. പപ്പേട്ടനാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് വന്ന് പറഞ്ഞു തരും. പക്ഷെ പപ്പേട്ടൻ കുറച്ചും കൂടെ ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്, നിങ്ങൾ ചെയ്തോ. പക്ഷെ അനൂപേട്ടൻ എന്താ പറയുക, ആ ക്യാരക്ടർ ഡയറക്ടറാണ്. ആ ക്യാരക്ടർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് നമ്മളിൽ നിന്ന് എടുക്കും. അപ്പം എന്നെ നിർത്തി ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലിറ്ററലി ഈ പിരിയാനക്കരുത്, കണ്ണിമ വെട്ടരുത്, അല്ലാതെ നിന്നത് പറയണം. അപ്പം ഞാനിത് വിചാരിച്ചു ദൈവമേ ഞാൻ ബൊമ്മ നിന്ന് പറയുന്ന പോലെ ഇരിക്കുമെന്ന്. പക്ഷേ ഈ സ്ക്രീനിൽ വന്നപ്പം അത് ഭയങ്കര വേറെ തന്നെ ഒരു ഇൻറ്റൻസിറ്റി എനിക്ക് ആ സീനിൽ ഫീൽ ചെയ്തായിരുന്നു. അതെന്നെ അനൂപേട്ടനാണ് പഠിപ്പിച്ചു തന്നത്. അപ്പം ആ ഒരു ഡയറക്ടറിൽ നിന്ന് ഞാൻ പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ കുറേ പേരുടെ അടുക്കൽ നിന്ന് പഠിക്കണം എന്നുണ്ട്. ഇപ്പം വിനീതേട്ടൻ്റെ ആണെങ്കിൽ വിനീതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നത് കാണാം, ഭയങ്കര അടിപൊളിയാണ്. പുള്ളി ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആക്റ്റീവാണ്, ഓവർ ആക്റ്റീവാണ്. അപ്പം പുള്ളിക്ക് ഒരിടത്ത് ഇങ്ങനെ ഇരിക്കാനേ പറ്റില്ല. പുള്ളി ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു തരുന്നത് അങ്ങനെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്രിയേറ്റീവ് സൈഡും ഉണ്ടാവും, പുള്ളിയുടെ ഇൻപുട്ടും ഉണ്ടാവും. എനിക്ക് എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഡയറക്റ്റ് ചെയ്തത് മാത്തുച്ചേട്ടനാണ്. പക്ഷെ എങ്കിൽ കൂടെയും എനിക്ക് വിനീതേട്ടൻ ക്ലിയർ ചെയ്ത് തരാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് കുഞ്ഞൽദോയ്ക്കകത്ത്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ് എനിക്ക് വിനീതേട്ടൻ്റെ ഡയറക്ടോറിയലിൽ ഒരു പടം ചെയ്യണമെന്ന്. നോട്ട് ബിക്കോസ് വിനീതേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്ന് പറയാൻ, ഐ വോണ്ട് ടു ലേൺ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു വർക്ക്ഷോപ്പിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടിലും ആ ഒരു സെറ്റിൽ നിൽക്കുമ്പം എന്ത് നമ്മളോട് ചെയ്യണം അങ്ങനെ പറയുന്ന, എനിക്ക് തോന്നുന്നു എനിക്ക് ആക്ടിങ്ങിനേക്കാൾ കൂടുതൽ ആ ഒരു ഡയറക്ഷൻ ലേൺ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഭാവിയിലെ ഡയറക്ഷനിലേക്ക് പോവാം. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ എല്ലാ വെള്ളത്തിലും കാര്യം വിട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. വിനീതേട്ടനുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര അടിപൊളിയാണ്. ഇത്രയും ഡൗൺ ടു എർത്ത്. ഇപ്പം ഞാൻ കണ്ടത് ആൾ തൊട്ട് ഇതുവരെയും ഒരേ ഇമേജ് എൻ്റെ മൈൻഡിലുള്ള ഒരാളെന്ന് പറഞ്ഞാൽ വിനീതേട്ടനാണ്. ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ചാൽ എത്ര പേരെ കാണുന്നു. ഈ അടുത്തൊരു പരിപാടി കണ്ടിരുന്നു, എടി നീയോ എന്തൊരു സുഖമല്ലേ മാത്തുന് കുട്ടിയൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് നമ്മുടെ വീട്ടിലെ ഒരു ചേട്ടൻ സംസാരിക്കുന്നത് പോലെ. എന്നാൽ ഞങ്ങളങ്ങനെ റെഗുലർ കോണ്ടാക്ട് ഒന്നുമില്ല. അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ പുള്ളിയുടെ ഒരു ഭയങ്കര നല്ല ക്വാളിറ്റിയാണത്. ഹി റിമെമ്പേഴ്സ് എന്നുള്ളത്. അപ്പം ഈ പറയുന്ന പോലെ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആഗ്രഹമുണ്ട് ഒന്ന് ചോദിച്ചാലോ നമുക്ക് ഇനി അടുത്ത വരത്തിലെങ്കിലും. പക്ഷെ എനിക്കത് വരില്ല, കാരണം പുള്ളിക്ക് എന്നെ അറിയാം. അപ്പം പുള്ളിയുടെ മൈൻഡിൽ അത് വന്നാൽ മാത്രമേ പുള്ളിക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റീവ് മാനിപ്പുലേഷൻ ആയിപ്പോൾ എന്നെ ഇടൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു സാധനം. ശരിക്കും കുഞ്ഞൽത്തോല അതാണ് സംഭവിച്ചത്.
അതറിയാമോ? കുഞ്ഞൽ തോല് ഞാനില്ലായിരുന്നു പടത്തിൽ. കുഞ്ഞൽ തോല് ഞാൻ ഓഡീഷന് ചെന്നപ്പം എൻ്റെ ഒരു കൂവല് കാരണമാണ് മാത്തുച്ചേട്ടൻ എന്നെ കുഞ്ഞൽ തോല് എടുത്തത്. കാരണം ആ കോളേജിലെ അലമ്പ് വൈബ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വന്ന് ഞാൻ പെർഫോം ചെയ്യുന്നത് കണ്ട് 1-2 സീൻ എനിക്ക് എഴുതി ആഡ് ചെയ്തത്. ആ കലോത്സവത്തിൽ ഡാൻസ് കളിച്ചിട്ട് കൂവുന്നതൊക്കെ അതൊക്കെ എനിക്ക് വേണ്ടി മാത്രം എഴുതിയതാണ്. അങ്ങനെ ഒരു സംഭവമൊന്നും അതിനകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിനകത്ത് വളരെ ചുരുങ്ങിയ സ്പേസിലേക്ക് ഞാൻ ആയിപ്പോയത്. അത്രേ ഉള്ളത്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല അതിനകത്ത്. അത് ഈ ആസിഫിക്ക കയറി വരുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്നതൊക്കെ അതൊക്കെ അപ്പം ചുമ്മാ ഞാൻ അത്ര ആക്റ്റീവാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് മാത്തുച്ചേട്ടൻ ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. അപ്പം എനിക്കൊരു നല്ല ക്യാരക്ടർ റോൾ ആണെങ്കിൽ തന്നെയും ഇപ്പം അല്ലാതാണെങ്കിലും അങ്ങനെ ഒരു നല്ല ഡയറക്ടോറിയലിൽ വർക്ക് ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ ഞാൻ അനുവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ഓരോരുത്തരുടെ കൂടെ വർക്ക് ചെയ്താലേ നമുക്ക് അറിയുള്ളൂ. ഇപ്പം നമ്മൾ ഒരാളുടെ അടുക്കൽ തന്നെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പാറ്റേൺ തന്നെ ആയിപ്പോകും. ചക്കപ്പഴ ഇത്ര ഫേമസ് ആയില്ലേ, അപ്പൊ അതിൽ ആ ഒരു കോമഡിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങനെ മാത്രമേ എന്നാ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഒരു സൈഡിൽ ഞാനത് പക്ഷെ ഭയങ്കര പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഞാൻ ചെയ്തത് അത്രയും ഇതായത് കൊണ്ടാണല്ലോ നിനക്ക് അങ്ങനെ തോന്നിയത്. അത് കോമഡി നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും, ബാക്കി എന്തെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ള സാധനം തോന്നുന്നത്. പക്ഷെ വേറൊരു ആംഗിളിൽ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമുള്ള റോള് സൈക്കോ കില്ലറിൻ്റെയൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈലൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു റോള് വന്നാലേ നമ്മൾ അങ്ങനെയാണ്, നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് വരുന്ന റോള് നമ്മൾ എങ്ങനെ എടുത്തു ചെയ്യുന്നു എന്ന് കണ്ടാലേ വേറൊരു ക്രിയേറ്റർക്ക് ഓക്കെ വെർസറ്റൈൽ എന്നുള്ളൊരു സാധനം വരുള്ളൂ. ഇതിപ്പം നമുക്ക് ഇത് മാത്രമല്ലേ അവർ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം എന്നല്ല, അതാണ് ഇത് ബേസിക്കലി. അല്ലെങ്കിൽ പതിഞ്ഞ കൂടുതലും എന്താണോ അതായിരിക്കും അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. എനിക്ക് ആരോടും കുഴപ്പമൊന്നുമില്ല. ട്രാവൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളല്ലേ ഈ ട്രാവലിംഗ്? ഏറ്റവും പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു പ്ലേസ്? പോവാൻ പറ്റിയതെന്നല്ല, ഏറ്റവും എനിക്ക് പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞാൻ പോകാൻ പോകുന്നത്, ലക്ഷദ്വീപ്. അത് കണക്ട് ആയതിന്റെ കാര്യം എൻ്റെ അച്ഛൻ എന്നെ പറ്റിച്ചതാ. എന്നെ +2 പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്കൂൾ ടൂർ ഉണ്ടായിരുന്നു. അതിന് അച്ഛൻ വിട്ടില്ല. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നിനക്ക് ഓപ്ഷൻ തരാം, നമ്മൾ അടുത്ത ആഴ്ച ലക്ഷദ്വീപ് പോവാണ്, അവിടെ പോകണോ അതോ നിനക്ക് 3 പിള്ളേരുടെ കൂടെ പോകണമെന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ലക്ഷദ്വീപ് അപ്പൊ ക്ലാസ്സിൽ ചെന്ന് പറയാലോ, നീയൊക്കെ അവിടെ പോയി ഞാൻ ലക്ഷദ്വീപ് കണ്ടെന്ന് പറഞ്ഞിട്ട് വരാലോ എന്ന് പറഞ്ഞു. ആ ലക്ഷദ്വീപ് ഞാൻ ഇത്രയും നാളായിട്ടും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കറിയാം, ഞാൻ മാൽദീവ്സിലൊക്കെ പോയിട്ടുള്ളതാണ്, എനിക്കറിയാം അവിടെ അത്രയും പോലും ഒന്നും ഇല്ല എന്നുള്ളത്. എന്നാലും നമ്മളുടെ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായില്ലേ, ഇന്ന സ്ഥലം കാണണം. അങ്ങനെ ഞാൻ പോവാം. ഇപ്പൊ എന്തായാലും പോകും. ഈ May 8 പോവാണ്. അങ്ങനെ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് ഏറ്റവും കൂടുതൽ ഒരു കണക്റ്റ് ഉള്ള സ്ഥലം ലക്ഷദ്വീപാണ്. ചക്കപ്പഴത്തില് 2 കുട്ടികൾ അമ്മയായിട്ടാണല്ലോ റോൾ ചെയ്യുന്നത്. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ അതിന്? ഒരു കുഴപ്പമില്ല. അല്ലെ കല്യാണമൊക്കെ ആയിട്ടില്ലടാ, ആർക്കും എന്നെ വേണ്ടെന്ന് പറഞ്ഞു. ആണോ? റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നത് നീ ഇല്ല. ലുക്ക്, ഈ പറയുന്ന റിലേഷൻഷിപ്പ് അതിനകത്തൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ഞാൻ ഇപ്പം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം കള്ളാവും. അപ്പം ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഈ നമ്മൾ ആ ഒരു ഫേസിൽ നിന്നൊക്കെ മാറി നമുക്കിത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു അതിനേക്കാൾ കൂടുതൽ നമുക്കൊരു കമ്പാനിയൻഷിപ്പ് വേണം എന്നുള്ളൊരു സ്റ്റേറ്റിലായി ഞാൻ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിക്കില്ല എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. കല്യാണം കഴിക്കും. അത് എപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ട്രോമാസും എൻ്റെ ഇഷ്യൂസും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു കമ്പാനിയനെയാണ് വേണ്ടത്. അപ്പം എനിക്ക് ആ ഒരു കമ്പാനിയനെ കിട്ടി എന്ന് തോന്നുമ്പോൾ ഒരു ലൈഫ് ലോങ് എനിക്ക് സംസാരിച്ചിരിക്കാൻ പറ്റിയ, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പാനിയനെ, എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നാൽ ഞാൻ കുറ്റക്കേട് കാണിക്കുമ്പോൾ എന്നാൽ കൂടെയും എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പാനിയൻഷിപ്പ് കിട്ടി എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിക്കും. അല്ലാതെ ഞാൻ കല്യാണം കഴിക്കാൻ സാധ്യതയില്ല. ഇപ്പം ഈ ട്രോമ എന്ന് പറഞ്ഞില്ലേ, അത് ഇതുവരെയ്ക്ക് അത് കംപ്ലീറ്റ്ലി അതങ്ങനെ കംപ്ലീറ്റ്ലി പോവൊന്നുമില്ല. അത് എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു ട്രിഗർ പോയിന്റിൽ ട്രിഗർ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു കല്യാണത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ഇപ്പൊ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം 21 കഴിഞ്ഞു കെട്ടിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം 25 കഴിഞ്ഞു കെട്ടിക്കണം എന്നുള്ളതാ. പക്ഷെ അങ്ങനല്ല. നമ്മൾ ഒരു പ്രേമം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാം ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും പോകും. അതെന്താണെങ്കിലും പോകും. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതൊരു ഫ്രണ്ട്ഷിപ്പാണ്.
ലൈഫ് ലോങ് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ആ ലൈഫ് ലോങ് ഉള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മളിങ്ങനെ പെട്ടെന്നൊരു ചായയിലും പരിപ്പടയിലും അല്ലെങ്കിൽ കുറച്ച് നാൾ കണ്ടെന്ന് വെച്ചാൽ ഒരു 10 വർഷം കണ്ടവർ തന്നെ പുറകിൽ നിന്ന് കുത്തുന്ന സമയമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു സെറ്റിൽഡ് ആയിട്ടില്ല. ഞാനൊരു എന്താ പറയുക, വെപ്രാളപ്പെട്ട സ്റ്റേജിലാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അതാണ് എൻ്റെ ഈ മൊത്തം കരിയർ, ട്രാവൽ, ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. ഇതിലൊക്കെയാണ് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്. എനിക്ക് കുറേ കൂടെ സ്ഥലം കാണണമെന്നുണ്ട്. എനിക്ക് കുറേ സ്ഥലങ്ങൾ, സ്വിറ്റ്സർലാൻഡ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, ബാലി, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ വാരണാസി പോകണം. അങ്ങനെ എനിക്ക് കേദാർനാഥ്, ഇങ്ങനെ ഞാൻ ഒരു ബക്കറ്റ് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാകത്തില്ലേ, നെക്സ്റ്റ് ഇവിടെ, നെക്സ്റ്റ് ഇവിടെ, നെക്സ്റ്റ് ഇവിടെ. അങ്ങനെ എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ തീർന്ന് നമുക്ക് ഓക്കെ ഒരു ദുരന്തം കൂടെ ആകാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഡെഫിനറ്റ്ലി എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആയിരിക്കത്തില്ല ഒരു മാരേജും. എന്ത് മാരേജ് എടുത്താലും ഇപ്പം നമ്മൾ പറയും ഞങ്ങൾ തമ്മിൽ അങ്ങ് എല്ലാത്തിലും അടിയായിരിക്കും. അപ്പം ഈ അടിയിടാനൊരു എനർജി വേണ്ടേ നമുക്ക്. ഒരു മാരേജും സ്മൂത്ത് അല്ല. എല്ലാവർക്കും അവരുടെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. കാരണം 2 സാഹചര്യത്തിൽ നിന്ന് വരുന്ന 2 മനുഷ്യരാണ്. അപ്പോൾ ഇവരൊന്ന് സിങ്കായി വരാൻ തന്നെ കുറേ വർഷങ്ങളെടുക്കും. ഈ സിങ്ക് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോകാനാണെങ്കിലോ ഈ പറയുന്ന പോലെ വരുന്ന ആൾക്കും ഈ പറഞ്ഞ പോലെ ട്രാവലൊക്കെ ഇഷ്ടമല്ലെങ്കിൽ തെണ്ടിപ്പോയില്ലേ, തെണ്ടി നടക്കട്ടെ. ഈ ഹാപ്പിനെസ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന പറയാം? ഹാപ്പിനെസ് പീപ്പിൾ അറൗണ്ട് ഗീവ്സ്. നമ്മൾക്ക് തന്നെ ഹാപ്പിനെസ് കണ്ടെത്താമെന്നൊക്കെ പറയുമെങ്കിൽ കൂടെയും ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നീ വന്നിട്ട് എന്തെങ്കിലും ഇത് പറഞ്ഞ് എനിക്ക് ട്രിഗറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയില്ല എൻ്റെ ഹാപ്പിനെസ്. അപ്പം നമ്മുടെ ചുറ്റുമുള്ളവർ തരുന്ന വൈബിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹാപ്പിനെസ്. കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ചുറ്റിനും നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. നമ്മളുടെ ഒരു നല്ലത് ആഗ്രഹിക്കുന്ന, നമ്മളായിട്ട് കണ്ടിഷ്ടപ്പെടുന്ന, നമ്മളുടെ എല്ലാ ഫ്ലോസും അറിഞ്ഞിട്ടും കൂടെ നിൽക്കുന്ന, നമ്മളെ പിന്നീന്ന് കുത്തത്തില്ല എന്ന് വിശ്വാസമുള്ള അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുക, കൂടെ നിർത്തുക, ലൈഫ് ഹാപ്പി ചെയ്ത് പോവുക. ഡെഫിനറ്റ്ലി വളരെ നല്ല കാര്യം. ഇപ്പം മുമ്പോട്ട് പോകും തോറും ഇപ്പം അങ്ങനെ ഉള്ളൊരു അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തുമായിരിക്കാം? ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള കുറേ കഥകളുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേ കുട്ടികൾ, ഇപ്പം എൻ്റെ അനിയൻ തൊട്ട് അങ്ങോട്ടേക്ക് ഒരുപാട് കുട്ടികൾ സംസാരിച്ച് വന്നിട്ടുള്ളതും നമ്മളോട് ഓപ്പൺ അപ്പ് ആയിട്ടുള്ളതും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കുക. എല്ലാവർക്കും ഒരു ഇമോഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഉള്ള കുട്ടികൾ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിടത്തോളം അങ്ങനെയാണ്, ഒരു മെൻറ്റാലിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ചെറിയൊരു ഫൈറ്റ് വന്നാൽ തന്നെ ടോക്സിസിറ്റി. എന്താണ് ടോക്സിസിറ്റി എന്ന് മനസ്സിലാക്കുക, എന്താണ് കെയർ എന്ന് മനസ്സിലാക്കുക, എന്താണ് പൊസസീവ്നെസ് എന്ന് മനസ്സിലാക്കുക. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ ചുമ്മാ തൊട്ടതിനും പിടിച്ചതിനും ടോക്സിസിറ്റി ആയി കഴിഞ്ഞാൽ ജന്മത്തിൽ കിട്ടാൻ പോണില്ല ഉള്ള കാര്യം പറയാം. ഒരിക്കലും നടക്കില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്കും കരുവേപ്പില പോലെ എടുത്ത് കളയാൻ പറ്റുന്നവരാണ് ജീവിതത്തിലുള്ളതെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ആ ഒരു കമ്പാനിയനെ കിട്ടത്തില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനോട് പറയാനുള്ളത്. ഒന്ന് മനസ്സിലാക്കുക, ഒരു 2-3-4 ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതും കഴിഞ്ഞിട്ട് കൈവെക്കാനൊക്കെ വരികയാണെങ്കിൽ അത് ടോക്സിസിറ്റി ആണ് കേട്ടോ, അത് മനസ്സിലാക്കുക. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയുമ്പോൾ നീ എന്താ എന്നോട് പറയാതെ പോയേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ അവൻ ഭയങ്കര ടോക്സിക്കാന്ന് പറയുന്നത്, അത് ചിലപ്പം നമ്മൾ എവിടെ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടി വരാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എപ്പോഴും ഒരു 360 ഡിഗ്രി ചിന്തിച്ചിട്ട് മാത്രം ഏതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏതൊന്നും ബ്രേക്ക് ചെയ്യുന്നത്, ഞാൻ റിലേഷൻ്റെ മാത്രമല്ല കേട്ടോ, ഫ്രണ്ട്ഷിപ്പിലും ഈ പറയുന്നത് പോലെ ഉണ്ട്. അവളങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവൾക്കൊരു പ്രശ്നം വന്ന് സ്കൂട്ടായേക്കാം, വാ നമുക്കതിൽ തലയിടണ്ട. ദാറ്റ്സ് നോട്ട് ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ ഏതൊന്നിലാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ്റെ 360 ഡിഗ്രിയും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ സ്പേസിൽ നിന്നാൽ മെൻ്റൽ ട്രോമയാണ് എന്ന് തോന്നിയാൽ മാത്രം അതിൽ നിന്ന് അത് പറയുക. അതൊരു ബേസിക് മാനേഴ്സ് ആണ്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലുക്ക്, ഇത് നെക്സ്റ്റ് റിലേഷൻഷിപ്പിലോ നെക്സ്റ്റ് ഫ്രണ്ട്ഷിപ്പിലോ ടാലി ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു വളരെ നല്ലൊരു മുന്നേറ്റമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇനി മുമ്പോട്ടുള്ള പുതിയ ഫ്യൂച്ചറിന് വേണ്ടി ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത ഇൻ്റർവ്യൂവിൽ ഇനി പുതിയ ഗസ്റ്റുമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ജിത്തു.